Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ ചെക്കിൻ്റെ എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എൻഡോഴ്സ്മെൻറ്റ് എന്താണ് അല്ലേ, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ മറ്റ് പ്രീവിയസ് ക്ലാസ്സിൽ നോക്കുന്നുണ്ടായി. ഇവിടെ ഏതെല്ലാം തരത്തിൽ നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് പറയാം. സോ ചെക്ക് എൻഡോഴ്സ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒന്നാണ്, ഏറ്റവും ആദ്യം വരുന്നതാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ക്ലിയർ? എന്താണ് അപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്? സോ ദിസ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ജനറൽ എൻഡോഴ്സ്മെൻറ്റ്. ഇതിന് എന്താ പേര്, വേറൊരു പേര് ജനറൽ എൻഡോഴ്സ്മെൻറ്റ്. ക്ലിയർ? ജനറലി എൻഡോഴ്സ്ഡ്. ക്ലിയർ? ബ്ലാങ്ക് ആയിട്ട് എൻഡോഴ്സ് ചെയ്യും. സോ വെൻ ദ എൻഡോഴ്സർ സിംപ്ലി സൈൻസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് നെഗോഷിയേഷൻ, ദ എൻഡോഴ്സ്മെൻറ്റ് ഈസ് സെഡ് ടു ബി ബ്ലാങ്ക്. വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെക്കിൻ്റെ ബാക്കിൽ സൈൻ ചെയ്യുക മാത്രം ചെയ്ത് കണ്ട് കൊടുക്കുന്നു. സൈൻ ചെയ്ത് പേര് എഴുതി കണ്ട് കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ, ആ ബ്ലാങ്ക് സ്പേസിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആരുടെ പേരാണോ നമുക്ക് വേണ്ടത്, പൈസ ആർക്കാണോ വേണ്ടത്, അവരുടെ പേര് എഴുതി കണ്ട് കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബൈ മിയർ ഡെലിവറി നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകാം. ക്ലിയർ? വീണ്ടും 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 ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുടെ പേര് എഴുതുന്നൊന്നും ഇല്ല. കാരണം എന്താ, ക്ലിയർ, എൻഡോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക എൻഡോഴ്സിയുടെ പേര് അതിൽ കാണിച്ചിട്ടില്ല, അത് ബ്ലാങ്ക് ആയി വെച്ചിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു എൻഡോഴ്സ്മെൻറ്റിനെയാണ് പറയുന്നത് എന്ത്, ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ അതിന് ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്നുകൂടെ പറയുന്നു. സോ ദ എൻഡോഴ്സർ ഡസ് നോട്ട് മെൻഷൻ ദ നെയിം ഓഫ് ദി എൻഡോഴ്സി ആൻഡ് therefore it is payable to the bearer. അല്ലേ? അതുകൊണ്ട് ഇത് ആർക്ക് പൈസ കിട്ടും, ബിയറർ. ആരാ ബിയറർ? കൈവശക്കാരൻ. അല്ലേ? ആരാണോ ആ ചെക്ക് കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്ത് പൈസ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ബിയറർ. അല്ലേ? അയാൾ എന്ത് ചെയ്യും, ചെക്ക് കൈവശമുള്ള ആൾ എന്ത് ചെയ്യും, അയാളുടെ പേര് അവിടെ എഴുതിയിട്ട്, അല്ലേ, സൈൻ ചെയ്തതിന് തൊട്ട് മുകളിൽ എഴുതിയിട്ട് അവിടെ ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് പൈസ കൊടുക്കും. കാരണം എന്താ, ഇറ്റ് ഇസ് എ പ്രോപ്പർ എൻഡോഴ്സ്മെൻറ്റ്. കാരണം ഇവിടെ എൻഡോഴ്സിയുടെ പേര് പ്രത്യേകമായി എടുത്ത് പറയുന്നില്ല. ഓക്കെ. So for example, a check is payable to MP Sudhir. MP സുധീറിന് കൊടുക്കേണ്ട ഒരു ചെക്ക് ഒരു ഓർഡർ, സുധീറിന് ഓർഡർ അനുസരിച്ചിട്ട് വേണമെങ്കിൽ എൻഡോഴ്സ് ചെയ്യാം. ക്ലിയർ? സുധീറാണ് ഇവിടെ പേ. ക്ലിയർ? സുധീറിന് വേണമെങ്കിൽ മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് എൻഡോഴ്സ്ഡ് ആസ് ഫോളോസ്. എങ്ങനെ എൻഡോഴ്സ്ഡ് ആസ് ചെയ്യുന്നു, ഇപ്പോൾ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് ആയതുകൊണ്ട് സുധീറിനാണ് പൈസ കിട്ടുന്നത്, പേ. അപ്പോൾ സുധീർക്ക് എൻഡോഴ്സ് ചെയ്യുമ്പോൾ എന്താവും, ജസ്റ്റ് സൈൻ ചെയ്യുന്നു, സുധീർ, MP സുധീർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് സൈൻ ചെയ്യും. ഇവിടെ ആരുടെ പേർക്കാണ് എൻഡോഴ്സ്ഡ് ടു എന്നൊന്നും എഴുതുന്നില്ല. ക്ലിയർ? പകരം വെറുതെ സൈൻ ചെയ്തുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് എൻ്റെ പേര് രമേശിനെ എഴുതിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. അല്ലേ? വേറെ സുരേഷിനാണ് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ സുരേഷിനെ എഴുതി കൊടുത്താൽ മതി. ക്ലിയർ? അപ്പം അങ്ങനെ എൻഡോഴ്സിയുടെ പേര് വെക്കാതെ നിൽക്കുന്നതുകൊണ്ട് എനി പേഴ്സൺ ഹു ഈസ് ഹാവിങ് ദ പൊസിഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് or who is said to be the bearer of the instrument, yes, can receive the payment from the bank. അതുകൊണ്ട് ഇതിനെ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. ക്ലിയർ? അതല്ലെങ്കിൽ ഇതിന് ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ക്ലിയർ? സോ ആഫ്റ്റർ ദ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് ദ ഓർഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ബിക്കം പേയബിൾ ടു ദി ബിയറർ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ക്ലിയർ? ഒരു ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിൽ പേയ്മെൻറ്റ് ആർക്കാണ് കിട്ടുക, ഹു ആർ മേ ബി ദ ബിയറർ. ആരാണോ ബിയറർ ആയിട്ടുള്ളത് അവർക്കായിരിക്കും പൈസ കിട്ടുക. Number 2, special endorsement. So what is special endorsement? So an endorsement is also called as, this endorsement is also called as full endorsement. ഇതിന് എന്തുകൂടെ പറയുന്നു, full endorsement എന്നുകൂടെ പറയും. So in this type of endorsement, the endorser not only writes his name but also the name of the endorsee on the back of the instrument. ആർക്കാണ് പൈസ കൊടുക്കേണ്ടതെന്ന് എൻഡോഴ്സിയുടെ പേര് വ്യക്തമായിട്ട് എഴുതിയിരിക്കും, എന്നിട്ട് സൈൻ ചെയ്യും. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ, എ ചെക്ക് പേയബിൾ ടു മിസ്റ്റർ സുധീർ ഓർ ഓർഡർ ഈസ് എൻഡോഴ്സ്ഡ് ആസ്. ക്ലിയർ? സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ് ഇത്, പേ അനീഷ് ഓർ ഓർഡർ. ആർക്കാണ് പൈസ കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതി, എൻഡോഴ്സിയുടെ പേര് എഴുതി, അനീഷിനെ. ക്ലിയർ? അപ്പോൾ അനീഷിനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സൈൻ ചെയ്തു, MP സുധീർ. ക്ലിയർ? പേര് എഴുതി വെച്ചു. അപ്പോൾ എന്തായി, അപ്പോൾ പേ, ക്ലിയർ, എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻഡോഴ്സറാണ് പേ, അല്ലേ? MP സുധീർ എന്ന എൻഡോഴ്സറാണ്. അയാൾ എന്ത് ചെയ്തു, എൻഡോഴ്സിയുടെ പേര് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ കാണിച്ചിരിക്കുന്ന സമയത്ത് ഈ എൻഡോഴ്സ്മെൻറ്റിന് എന്ത് പറയും, സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. ക്ലിയർ?
Then restrictive endorsement. എന്താണ് ഈ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്? ക്ലിയർ. എ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ഈസ് എൻ എൻഡോഴ്സ്മെന്റ് ഇൻ വിച്ച് the endorser restricts the further negotiation of the instrument. Clear? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫർദർ നെഗോസിയേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ നൽകപ്പെടുന്ന എൻഡോഴ്സ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്? റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. സോ എ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് എൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് the endorser restricts the further negotiation of the instrument. Okay. For further negotiation നമ്മൾ എന്ത് ചെയ്യുന്നു? റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണ്? പിന്നീട് ഇതിനെ വീണ്ടും വീണ്ടും എൻഡോസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഓക്കെ. സോ ദ എൻഡോസി കൻ നോട്ട് ഫർദർ എൻഡോസ് സച്ച് ഇൻസ്ട്രുമെൻറ്റ്. അയാൾക്ക് വീണ്ടും വേറൊരാൾക്ക് അതിനെ എൻഡോസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അയാൾക്ക് തന്നെ പൈസ വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. Clear? Say for example, a check is payable to MP Sudhir or order is endorsed as follows. Clear? Pay Anish only. എഴുതിയിരിക്കുന്ന വേർഡ് നോക്കുക. നേരത്തെ ആണെങ്കിൽ എന്തായത്? പേ അനീഷ് ഓർ ഓർഡർ. അപ്പോൾ അനീഷിൻ്റെ ഓർഡർ അനുസരിച്ച് വീണ്ടും അത് എൻഡോസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവിടെ എന്ത് ചെയ്തു? റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി അനീഷ് ഓൺലി എന്ന് എഴുതിയിട്ട് സൈൻ ചെയ്തു MP സുധീർ. അപ്പോൾ എന്തായിട്ട് മാറി? അനീഷിന് മാത്രമേ പൈസ കൊടുക്കാൻ പറ്റൂ. അനീഷിന് വേറൊരാൾക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ? ഇപ്പോൾ സുധീഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേരുണ്ടെന്ന് അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ പറ്റില്ല. കാരണം എന്താ? എൻഡോഴ്സ്മെൻറ്റ്, ഫർദർ എൻഡോഴ്സ്മെൻറ്റ് ഓൺ ദിസ് ചെക്ക് ഈസ് reduced by writing only. Clear? അപ്പോൾ അവിടെ ഓൺലി എന്ന് എഴുതുമ്പോൾ പിന്നീട് ട്രാൻസ്ഫർ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. ക്ലിയർ? ദെൻ കണ്ടീഷണൽ ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്? ക്ലിയർ? സോ ദിസ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷൻ ടു പേ the amount of the instrument. Clear? ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുക്കുന്നതിന് ഒരു കണ്ടീഷൻ കൂടെ അറ്റാച്ച് ചെയ്യും. അതാണ് കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇതും പൈസ കൊടുക്കുന്നതിനുള്ള ഒരു നെഗോസിയേഷനാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? നെഗോസിയേഷൻ ചെയ്യുന്ന സമയത്ത് പൈസ കിട്ടുന്നതിന് വേണ്ടി ഒരു കണ്ടീഷൻ കൂടെ ഫുൾഫിൽ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെക്ക് എൻഡോസ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. ക്ലിയർ? ബിക്കോസ് a qualification is attached to the endorsement and therefore it is called qualified endorsement. Clear? So this type of endorsement contains a condition to pay the amount of the instrument. So it may either limit the liability of the endorser, clear, or contain some or creates a liability or some liability to the endorsee to receive payments of the instrument. Clear? അപ്പോൾ ഒന്നുകിൽ പേയ്മെൻറ്റ് കിട്ടുന്നതിന് വേണ്ടി എൻഡോസിക്ക് ഏതെങ്കിലും ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയോ, അതല്ലെങ്കിൽ ക്ലിയർ എൻഡോസർക്ക് ഫർദർ ലയബിലിറ്റി വരാത്ത തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് എൻഡോസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഒക്കെ കണ്ടീഷൻസാണ്, ക്വാളിഫിക്കേഷൻസാണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. സോ ദാറ്റ് ഈസ് ദ എൻഡോഴ്സ്മെൻറ്റ് ഹാസ് ടു ഫുൾഫിൽ, എൻഡോസി ഹാസ് ടു ഫുൾഫിൽ സർട്ടൻ കണ്ടീഷൻ ഫോർ ഒബ്റ്റൈനിങ് പേയ്മെൻറ്റ്. ക്ലിയർ? അതുകൊണ്ട് എൻഡോസി കുറച്ച് ചെറിയൊരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് കിട്ടാൻ എലിജിബിലിറ്റി ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ചെക്ക് പേയബിൾ ടു MP സുധീർ ഓർ ഓർഡർ ഈസ് എൻഡോസ്ഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് നോക്കൂ. പേ അനീഷ് ഓർ ഓർഡർ ഓൺ ദി അറൈവൽ ഓഫ് രാജേഷ് നായർ. ക്ലിയർ? അതിൻ്റെ അർത്ഥം എന്താ? അനീഷിന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഓർഡർ ഓഫ് അനീഷിന് പൈസ കൊടുക്കാം. പക്ഷേ ആരുടെ അറൈവൽ വരുന്ന സമയത്ത്? രാജേഷ് നായർ വരുന്ന സമയത്ത് ക്ലിയർ അനീഷിൻ്റെ ഓർഡർ അനുസരിച്ച് മറ്റൊരാൾക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഒന്നുകിൽ അനീഷിന് പൈസ കൊടുക്കാം, അതിന് പ്രോബ്ലം ഒന്നുമില്ല. അതല്ല അനീഷ് ഇല്ലാതെ വേറൊരാൾക്ക് അനീഷ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? രാജേഷ് നായർ അറൈവ് ചെയ്യണം. Clear? So there is a condition attached and therefore this is called conditional endorsement. എന്നിട്ട് പേര് എഴുതി സൈൻ ചെയ്യും. ക്ലിയർ? സോ ദിസ് ഈസ് ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ദെൻ സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ് വേറൊരു പ്രധാനപ്പെട്ട എൻഡോഴ്സ്മെൻറ്റാണ്. സാൻസ് റീകോഴ്സ്. SANS സാൻസ് റീകോഴ്സ്. RECOURSE പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ? വാട്ട് ഡു യു മീൻ ബൈ സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്? ക്ലിയർ? അപ്പോൾ എന്തായിരിക്കും അത്? സോ ഇറ്റ് ഈസ് എൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദി
എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഒരു എൻഡോസ്മെൻ്റ് ആണ് ഇത്. ക്ലിയർ? അപ്പോൾ എൻഡോസർക്ക് ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു. ഓക്കെ. സോ ജനറലി the endorser is liable to subsequent endorsements, clear, on endorsees if the instrument is dishonor. Clear? സാധാരണ ഒരു ഇൻസ്ട്രുമെന്റ് ഡിസോണർ ആവുകയാണെങ്കിൽ ക്ലിയർ എത്ര അല്ലേ ഒരു എൻഡോസിക്കായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക, അയാൾ കൊണ്ടുപോയിരിക്കുമ്പോഴായിരിക്കും അത് ഡിസോണർ ആവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രീവിയസ്ലി ആരൊക്കെ ആ ചെക്ക് എൻഡോസ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി വരും. ക്ലിയർ? അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, എ ബിക്ക് ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. ബി അതിനെ സിക്ക് കൊടുത്തു, സി അതിനെ ഡിക്ക് കൊടുത്തു, ഡി അതിനെ ഇക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ ബാങ്കിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഡിസോണറായി. ക്ലിയർ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബാങ്കിൽ കൊണ്ടുപോയി ഇത് ഡിസോണർ ആകുന്ന സമയത്ത് ആ മൊമെൻറ്റിൽ തന്നെ ക്ലിയർ ആർക്കൊക്കെ ലയബിലിറ്റി വരും? ഡിയുടെ ലയബിലിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും, സിയുടെ ലയബിലിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും, ബിയുടെ ലയബിലിറ്റി റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. കാരണം എന്താ? ബി ആണ് ആദ്യത്തെ എൻഡോസർ അല്ലേ, അതുകൊണ്ട് സിക്ക് പൈസ വീണ്ടും കൊടുക്കണം അല്ലേ. സി എന്ത് ചെയ്യണം? ഡിക്ക് പൈസ കൊടുക്കണം, ഡി എന്ത് ചെയ്യണം? ഇക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് പ്രീവിയസ് ലയബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? എൻഡോസേഴ്സിൻ്റെ ലയബിലിറ്റി ഒക്കെ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ? പക്ഷേ ഇതാണ് നോർമലി വരിക. പക്ഷേ ഇവിടെ ബി പറയാണ് ക്ലിയർ എന്ത് ചെയ്യുന്നു? എനിക്ക് എൻ്റെ കയ്യിലുള്ള ലയബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ ബിയുടെ ലയബിലിറ്റി എന്തായിരിക്കും? സിക്ക് മാത്രമാണെങ്കിൽ അല്ലേ, എ ചെക്ക് ഇഷ്യൂ ചെയ്തു, ബി എൻഡോസ് ചെയ്തു, സിക്കാണ് കൊടുത്തിരിക്കുന്നത്, സി വീണ്ടും ഡിക്ക് കൊടുത്തു എങ്കിൽ ബി പറയണം സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? സി അല്ലാതെ വേറൊരാൾക്കത് എൻഡോസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ഇയാൾക്ക് വരില്ല, ബിക്ക് വരില്ല. എന്താ കാരണം? ബി അങ്ങനെ ഒരു വേർഡിങ് എഴുതിയിട്ടാണ് എൻഡോസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സി ആണെങ്കിൽ ലയബിലിറ്റി വരും. സി വേറൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന എൻഡോസ്മെൻറ്റിനൊന്നും ആര് ലയബിൾ അല്ല? ബി ലയബിൾ അല്ല. ക്ലിയർ? അങ്ങനെ നമുക്ക് എൻഡോസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് സാൻസ് റീകോസ്. ക്ലിയർ? വിത്തൗട്ട് റീകോസ് എന്നർത്ഥം. വീണ്ടും ലയബിലിറ്റി തിരിച്ചു വരുന്നത് ഒഴിവാക്കുന്നു. ക്ലിയർ? അതാണ്. സോ ഇറ്റ് ഈസ് എൻ എൻഡോസ്മെൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് എ എൻഡോസർ. എൻഡോസറുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള എൻഡോസ്മെൻ്റ് ആണ്. ജനറലി ആൻ എൻഡോസർ ഈസ് ലയബിൾ ടു സബ്സിക്വന്റ് എൻഡോസീസ് ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഡിസോണർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ് the endorser free from such liability by writing the word sans recourse. endorse ചെയ്യുന്ന സമയത്ത് sans recourse അല്ലെങ്കിൽ without recourse to me, എൻ്റെ അടുത്ത് തിരിച്ചു വരരുത്, ലയബിലിറ്റി എൻ്റെ അടുത്ത് തിരിച്ചു വരരുത് എന്ന് വ്യക്തമായി എഴുതി ചേർത്തുകൊണ്ട് വിത്തൗട്ട് റീകോസ് ടു മീന്നോ അല്ലെങ്കിൽ സാൻസ് റീകോസ് എന്ന് എഴുതിയിട്ടോ ക്ലിയർ എൻഡോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എൻഡോസ് ചെയ്യുന്ന എൻഡോസർക്ക് ഫർദർ ലയബിലിറ്റി ഇല്ല. ക്ലിയർ? ഓക്കെ. Say for example, a check payable to MP Sudhi or order is endorsed as follows. Clear? Pay Anish or order sans recourse. Clear? എന്നൊരു സൈൻ ചെയ്യും. അപ്പോൾ പിന്നീട് എന്തില്ല? സുധീറിനെ സമയത്തോളം എന്തില്ല? ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? ഫർദർ ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റും. ഡിസോണർ വരുന്ന സമയത്തുള്ള ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ? സോ ഇൻ ദ എബോവ് കേസ് ക്ലിയർ Mr. Munir or subsequent endorsees clear cannot hold Sudhir liable. Clear? അനീഷിനാണെങ്കിൽ ലയബിലിറ്റി വരും. ക്ലിയർ? അനീഷ് മുനീറിന് കൊടുത്തു എന്ന് വിചാരിക്കുക, മുനീർ വീണ്ടും വേറൊരാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ മുനീർ ലയബിലിറ്റി വന്നു, ഡിസോണറായി എങ്കിൽ വേറൊരാൾക്കോ മുനീറിനോ ഒന്നും ക്ലിയർ ആരിനെ ലയബിളാക്കാൻ പറ്റില്ല? MP സുധീറിനെ ലയബിളാക്കാൻ പറ്റില്ല. കാരണം എന്താ? അയാൾ എൻഡോസ് ചെയ്യുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ, പേഡ് അനീഷിന് കൊടുക്കുക അല്ലെങ്കിൽ ഓർഡർ എഴുതിയിട്ട് എന്ത് ചെയ്തു? സാൻസ് റീകോസ് വിത്തൗട്ട് റീകോസ് ആണ്. ക്ലിയർ? അപ്പോൾ പിന്നീട് ലയബിലിറ്റി സുധീറിൻ്റെ കൈവശത്തിലേക്ക് പോകില്ല. ക്ലിയർ? സോ ദിസ് ഈസ് ദി സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ്. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്. സോ വാട്ട് ഈസ് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്? സോ സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ് മീൻസ് വിത്തൗട്ട് എക്സ്പെൻസസ് എന്നാണ് അർത്ഥം. ക്ലിയർ? ഒരു എൻഡോസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസോണറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ലേ കുറേയധികം ചാർജസ് വരാം. ലീഗൽ ചാർജ്, നോട്ടിംഗ് ചാർജ്, പ്രൊട്ടസ്റ്റിംഗ് ചാർജ്, ഇങ്ങനെ കുറേയധികം ചാർജസ് വരും. ക്ലിയർ? ഇങ്ങനെ വരുന്ന ചാർജുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, എൻ്റെ കയ്യിൽ വരരുത് എന്ന് ഒഴിവാക്കിക്കൊണ്ട് ക്ലിയർ വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? എൻഡോസ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു എൻഡോസ്മെൻറ്റിനെ പറയുന്ന പേരാണ് സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ്. ക്ലിയർ? FRAIS SANS FRAIS sans phrase. Here without expense എന്നാണ് അർത്ഥം.
So in this type of endorsement, the endorser does not want any expenses to be incurred on his account on the instrument. Clear? അപ്പോൾ ഫർദർ ആയിട്ട് വരുന്ന എക്സ്പെൻസിനൊന്നും അതിൻ്റെ പൈസ കൊടുക്കാനുള്ള ലയബിലിറ്റി എന്നല്ലാതെ ഫർദർ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസിനൊന്നും അയാൾക്ക് ലയബിലിറ്റി ഇല്ല. ക്ലിയർ? സോ that means he is liable to the amount of the instrument only and not the liability of additional expenditure. Clear? So like noting, protesting. Clear? Noting charge എന്താ, നമ്മൾ ചെക്ക് ഡിസോണർ ആകുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി കൂടെ നമുക്ക് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ക്ലിയർ അത് ഒരാളെ കൊണ്ട് നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, നോട്ടിങ് ചെയ്യിപ്പിക്കുന്നു. ക്ലിയർ? ഇന്ന പേര് ഇന്ന ആൾ തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നോട്ടിങ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ നോട്ടിങ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നോട്ടിങ്. ക്ലിയർ? അങ്ങനെ കൊടുക്കുമ്പോൾ നോട്ടറി പബ്ലിക്കിന് എന്ത് ചെയ്യണം, നോട്ടറി പബ്ലിക് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റാണ്. ക്ലിയർ? ഗവൺമെൻറ് ഒരാളെ നോട്ടറി പബ്ലിക്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ടറി പബ്ലിക്കിന് എന്ത് കൊടുക്കണം, നമ്മൾ ഫീസ് കൊടുക്കണം. അപ്പോൾ നോട്ടിങ് ചാർജ് എന്നാണ് ഇതിന് പറയുക. ക്ലിയർ? അതുപോലെ ബില്ല് ഡിസോണറായി എന്ന് വിചാരിക്കുക. ക്ലിയർ? അപ്പോൾ ബില്ല് ഡിസോണറായതിൻ്റെ വിവരം ക്ലിയർ നമ്മളൊരു കോടതിയിൽ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് എന്ത് ചെയ്യാം, ഡിസോണറായി എന്ന് ഉറപ്പ് വരുത്തിക്കാം. ക്ലിയർ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാളെ പറയുന്ന പേരാണ് പ്രൊട്ടസ്റ്റിംഗ്. ക്ലിയർ? ഇപ്പം നോട്ടിങ്, പ്രൊട്ടസ്റ്റിംഗ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ലീഗൽ ഫീ കൊടുക്കണം, ചാർജ് കൊടുക്കണം. ക്ലിയർ? ഇങ്ങനെയുള്ള ചാർജുകളൊന്നും എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സാൻസ് ഫ്രേസ് എന്നുള്ള ടേം ഉപയോഗിച്ച് നമുക്ക് എൻഡോസ് ചെയ്യാം. അപ്പോൾ ലയബിലിറ്റി എന്തായാലും മാത്രം നിൽക്കും, ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേയ്മെൻറ്റ് എന്താണോ അതിൽ മാത്രം നിൽക്കും. ക്ലിയർ? ഫർദർ എന്ത് ചിലവ് വന്നാലും അതിനൊന്നും ആര് ബാധകമല്ല, എൻഡോസർ ബാധകമല്ല. ക്ലിയർ? അപ്പോൾ എൻഡോസറുടെ ലയബിലിറ്റി എക്സ്പെൻസിലേക്ക് ഇല്ലാതെ, എക്സ്പെൻസുകളൊന്നും വരാത്ത തരത്തിൽ ക്ലിയർ ബില്ലിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ചെക്കിൻ്റെ എമൗണ്ടിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് sans phrase endorsements. Say for example, a check payable to MP Sudhir or order clear endorsed as follows. എങ്ങനെയാണ്, pay Anish or order without expense to me. എൻ്റെ അർത്ഥം എന്താണ്, അനീഷിൻ്റെ ഫോർ എക്സാമ്പിൾ 5000 രൂപയുടെ ചെക്കാന്ന് വിചാരിക്കുക. ഡിസോണറായ 5000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, സുധീറിന് ഈടാക്കാം. ക്ലിയർ? നോട്ടിങ് ചാർജായിട്ട് 100 രൂപയും പ്രൊട്ടസ്റ്റിംഗ് ചാർജായിട്ട് 200 രൂപയും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 300 രൂപ അഡീഷണൽ വന്നു പറഞ്ഞാൽ സുധീർ കൊടുക്കാൻ ബാധ്യസ്ഥനല്ല. കാരണം എന്താ, എൻഡോസറുടെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ചെക്ക് എമൗണ്ട്. ക്ലിയർ? എക്സ്പെൻസസ് എന്നൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ഇല്ലാതാക്കി മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിക്കോസ് എൻഡോസ്മെൻ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, വിത്തൗട്ട് എക്സ്പെൻസ് ടു മീ എന്നുള്ള ടേം കൂടെ എഴുതിച്ചേർത്തു. അല്ലെങ്കിലോ സാൻസ് ഫ്രേസ് ക്ലിയർ എന്നുള്ള വേർഡ് എഴുതിയാലും മതി. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസിൻ്റെ ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ എൻഡോസ്മെൻറ്റിനെ സാൻസ് ഫ്രേസ് എൻഡോസ്മെൻറ്റ് എന്ന് പറയും. Then next endorsement is called as facultative endorsement. So what is facultative endorsement? Generally, the endorser of an instrument is entitled to receive a notice of dishonor from the holder in case of dishonor of the instrument. Clear? So സാധാരണഗതിയിൽ ഒരു എൻഡോസർക്ക് അല്ലേ ഒരു ഇൻസ്ട്രുമെൻ്റ് അയാൾ എൻഡോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പിന്നീട് ഒരു എൻഡോസി അല്ലെങ്കിൽ അയാൾ എൻഡോസ് ചെയ്തിട്ടുള്ള മറ്റുള്ള എൻഡോസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ഡിസോണർ ആവുന്ന സമയത്ത് നോട്ടീസ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്താണുള്ള നോട്ടീസാണ്, ഇതാ നിങ്ങൾ എൻഡോസ് ചെയ്തിരിക്കുന്ന ചെക്ക് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആയിട്ടുണ്ട്, ഇന്ന തീയതിക്ക് ഡിസോണർ ആയിട്ടുണ്ട് ക്ലിയർ എന്നുള്ള വിവരം അയാൾ ഇൻറ്റിമേറ്റ്. ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടുമ്പോഴേ നമ്മളെ എൻഡോസർക്ക് അറിയുള്ളൂ അല്ലേ, നമ്മുടെ എൻഡോസി അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള എൻഡോസി സബ്സിക്വൻറ്റ് എൻഡോസീസ് അത് ബാങ്കിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തു, അപ്പോൾ ഡിസോണർ ആയിട്ടുണ്ടെന്ന് അറിയുള്ളൂ അല്ലേ. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അയാളുടെ കൺസേൺഡ് ആയിട്ടുള്ള പാർട്ടി അല്ലേ ഡ്രോയർ ഓഫ് ദി ചെക്ക് അയാളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റൂ, പൈസ വാങ്ങിക്കാൻ പറ്റും ക്ലിയർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലെയിം റേസ് ചെയ്യാൻ വേണ്ടി പറ്റും ക്ലിയർ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നോട്ടീസ് കിട്ടാൻ റൈറ്റോട് കൂടി ക്ലിയർ നമ്മളൊരു എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയും. So generally, endorser of an instrument is entitled to receive a notice of dishonor from the holder in case of dishonor of the instrument. Clear? If he is to be made liable, held liable for the instrument. Clear? So if he is not served the notice of dishonor, he is not liable for the holder. Clear? അപ്പോൾ നോട്ടീസ് കിട്ടിയില്ല എങ്കിൽ അയാൾക്ക് എന്തില്ല, ലയബിലിറ്റി ഇല്ല ക്ലിയർ. അങ്ങനെ ലയബിലിറ്റി ഇല്ലാത്ത രീതിയിൽ നമ്മൾ എൻഡോസ് ചെയ്യണമെങ്കിൽ അതിനെ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയാം. സോ ബട്ട് ഇൻ കേസ് ഓഫ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്
The endorser surrenders his right to receive notice. Clear? അപ്പം ഞാൻ പറഞ്ഞ ചെറിയ വ്യത്യാസം അല്ലേ, നോർമലി ഇങ്ങനെ ചെയ്തിരിക്കണം. ക്ലിയർ? പക്ഷെ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻഡോഴ്സർ തന്നെ പറയുന്നു എനിക്ക് ഇങ്ങനെ നോട്ടീസ് ഒന്നും വേണ്ട, ക്ലിയർ, നോട്ടീസ് ഒന്നും തരാതെ തന്നെ ഞാൻ ലയബിൾ ആയിക്കോളാം എന്നുള്ളൊരു അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറയാം, so it is a type of endorsement wherein the endorser of the instrument, clear, while making endorsement, clear, surrenders his right to receive notice of dishonor by writing appropriate words. Clear? Notice of dishonor കിട്ടിയില്ലെങ്കിലും ഞാൻ ലയബിൾ ആവാന്നുള്ള രീതിയിൽ, ക്ലിയർ, അയാളുടെ റൈറ്റ് ടു റിസീവ് നോട്ടീസ് അയാൾ എന്ത് ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു, വേണ്ടാന്ന് വെക്കുന്നു. ക്ലിയർ? ഇങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ക്ലിയർ? So, for example, a check is payable to MP Sudhi or endorser is endorsed as follows. നമുക്ക് എങ്ങനെ എൻഡോസ് ചെയ്യാം? ക്ലിയർ? ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് എങ്ങനെ ചെയ്യാം? Pay Anish or order notice of dishonor waived. Clear? Notice of dishonor waived. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട്, ക്ലിയർ, ഇത് കിട്ടിയിരിക്കുന്ന അനീഷിനോ അല്ലെങ്കിൽ അനീഷ് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടിരുന്നെങ്കിൽ ആ ട്രാൻസ്ഫറിക്കോ അല്ലെങ്കിൽ എൻഡോസിക്കോ, ക്ലിയർ, നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കണമെന്നൊന്നുമില്ല. ക്ലിയർ? അത് കൊടുക്കാതെ തന്നെ MP സുധീറിന് എന്ത് ചെയ്യാൻ പറ്റും, ലയബിൾ ആക്കാൻ പറ്റും. കാരണം എന്താ, അയാൾ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് ഓഫ് ഡിസോണർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, വെയ്വ്ഡ് എഴുതിയിട്ടുണ്ട്. ക്ലിയർ? WAIVED, വെയ്വ്ഡ് മീൻസ് വാട്ട്, വേണ്ടാന്ന്, നിരസിച്ചിട്ടുണ്ട്, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അപ്പം ഇങ്ങനെ വിത്തൗട്ട് നോട്ടീസ്, ക്ലിയർ, വിത്തൗട്ട് നോട്ടീസ് ഓഫ് ഡിസോണർ അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഡിസോണർ വെയ്വ്ഡ് അല്ലെങ്കിൽ ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ് ഓൺ നോട്ടീസ് ഓഫ് ഡിസോണർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടീസ് കൊടുക്കാതെ തന്നെ എൻഡോഴ്സറെ ലയബിൾ ആക്കി മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന പേരാണ് ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ അബൌട്ട് ദി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. നെക്സ്റ്റ് എന്താ നോക്കാം, ലയബിലിറ്റി ഓഫ് എൻഡോഴ്സർ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതൊന്ന് ഇത്രയും പറഞ്ഞത് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ, എങ്കിലും ജസ്റ്റ് നോക്കി പോവാം. സോ ബൈ എൻഡോഴ്സിങ് ആൻ ഇൻസ്ട്രുമെന്റ്, the endorser impliedly promises that on due presentation of the instrument, clear, will be accepted and paid. Clear? So by endorsing an instrument, the endorser impliedly, clear, promises that on due presentation, അല്ലേ, ഇതിൻ്റെ പൈസ കൊടുത്തോളാം, ക്ലിയർ എന്നുള്ളൊരു എഗ്രിമെൻറ്റോട് കൂടിയാണ്, അങ്ങനെ ഒരു ഉറപ്പിൻ്റെ മുകളിലാണ്, ഒരു കൺഫർമേഷൻ്റെ മുകളിലാണ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പം മറ്റാരും പൈസ കൊടുക്കുന്നില്ലെങ്കിൽ ഇയാൾ തന്നെ പൈസ കൊടുക്കും. ക്ലിയർ? അതാണ് ഇതിൻ്റെ കേസ്. ഓക്കെ, ഇപ്പം എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു കൊടുത്തു എന്നുകൊണ്ട് അയാളെ ലയബിലിറ്റി ഒഴിവാക്കാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ എയും ബിയും സിയും, അല്ലേ, ABC എന്നുണ്ടെന്ന് വിചാരിക്കുക, Bക്ക് ഒരു ചെക്ക് കൊടുത്തു, B Cക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ക്ലിയർ? ഇവിടെ B എൻഡോഴ്സറാണ്, C എൻഡോഴ്സിയാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ C ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ ചെക്ക് ഡിസോണറായി. അപ്പോൾ എന്ത് ചെയ്യും, B എന്ത് ചെയ്യണം, ചെക്കിൻ്റെ പൈസ Cക്ക് കൊടുക്കണം. കാരണം എന്താ, B ഈസ് ഹാവിങ് ലയബിലിറ്റി ടു പേ C. ക്ലിയർ? അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ലയബിലിറ്റി ഒഴിവാകുന്നില്ല. ക്ലിയർ? ഇനി C ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക, ബാങ്കർ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായി, ബിയുടെ ലയബിലിറ്റി അതോടുകൂടി തീർന്നു. കാരണം സിയുടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി, ആ ചെക്കിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി എന്തായി, ഇത് അവരുടെ ലയബിലിറ്റി ക്യാൻസലായി. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ ഡിസോണർ ഓഫ് എ ബിൽ, ദ എൻഡോഴ്സർ വിൽ compensate the holder provided the notice of dishonor is to be given. നോട്ടീസ് ഓഫ് ഡിസോണർ കൊടുക്കുകയാണെങ്കിൽ ആരുടെ കൈവശമാണോ അല്ല ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ കൊണ്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? എൻഡോഴ്സറുടെ അടുത്ത് പറഞ്ഞ് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? Then he will not be denied to holder in due course in genuineness or regularity of the drawer's signature and endorsement. അതുപോലെ തന്നെ he will not deny to a holder in due course
ദ ജെന്യൂനെസ് ഓർ റെഗുലാരിറ്റി ഓഫ് ഒരിക്കൽ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു കൊടുത്ത ശേഷം അല്ലേ, ജെന്യൂനാണ്, നമ്മുടെ അധികാരം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് എൻഡോഴ്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് സബ്സിക്വൻ്റ്ലി അത് ഡിസോണറായി വരുന്ന സമയത്ത് അല്ല ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടൈറ്റിൽ മോശമാണ്, അല്ലേ, എൻഡോഴ്സ്മെൻറ്റ് റെഗുലർ ആയിരുന്നില്ല, അല്ലേ, ടൈറ്റിൽ റെഗുലർ ആയിരുന്നില്ല, അതിൽ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, സിഗ്നേച്ചർ ശരിയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് തർക്കം ഉന്നയിക്കാൻ അയാൾക്ക് കഴിയില്ല. കാരണം എന്താ, എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി അയാൾ എന്ത് എഗ്രി ചെയ്യുന്നുണ്ട്, ഹി ഗ്യാരണ്ടീസ് ദാറ്റ് ദ ബിൽ ഈസ് ഹാവിങ് ക്ലിയർ ടൈറ്റിൽ, ക്ലിയർ. അതുപോലെ തന്നെ അതിൻ്റെ ഒതൻറ്റിസിറ്റി അയാൾക്ക് ക്ലിയർ ആണ്, ക്ലിയർ. അത് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നത്, ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ലയബിലിറ്റി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഓക്കെ. So the endorser will not deny the validity of endorsement and his title to the instrument to any subsequent endorsees. പിന്നീട് എൻഡോഴ്സ്മെൻറ്റിന് ശേഷം സബ്സിക്വൻറ്റ് എൻഡോഴ്സിൻ്റെ അടുത്ത് ഇതിൻ്റെ ടൈറ്റിൽ മോശമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ ശരിക്കും എനിക്ക് ഓണർഷിപ്പ് ഇല്ലാത്തതാണ്, ക്ലിയർ, ഓണർഷിപ്പ് കിട്ടാത്ത ഒരാളിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അവർക്ക് കഴിയില്ല. So where there are 2 or more endorsement on the instrument, the liability of the endorser will be fixed in order in which the signature appear on the instrument. ക്ലിയർ, ഏത് ഓർഡറിലാണോ സിഗ്നേച്ചർ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഓർഡറിലായിരിക്കും ക്ലിയർ എന്ത് ചെയ്യുക, ലയബിലിറ്റി ഫിക്സ് ചെയ്യുക. ക്ലിയർ. 2 or more എൻഡോഴ്സ്മെൻ്റ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞാൽ എ ബി സി ഡി ഇ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എ ബിക്ക് ചെക്ക് കൊടുത്തു, ക്ലിയർ, ബി സിക്ക് കൊടുത്തു, സി ഡിക്ക് കൊടുത്തു, ഡി ഇക്ക് കൊടുത്തു, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഓർഡറിലാണ് വരിക, ക്ലിയർ. ഈ ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ ഡിസോണർ ആയി കഴിഞ്ഞാൽ ആർക്ക് ലയബിളാകും, ഡി ലയബിളാകും, ക്ലിയർ. അപ്പോൾ ആര് ലയബിളാവും, സി ലയബിളാവും. അപ്പോൾ ആര് ലയബിളാവും, ബി ലയബിളാവും, ക്ലിയർ. അപ്പോൾ ആര് ലയബിളാവും, എ ലയബിളാവും. ഇങ്ങനെ അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് ലയബിലിറ്റി ഫിക്സ് ചെയ്യുക. ഓക്കെ. So the liability of the endorser continues even after the death till the instrument is paid. ക്ലിയർ. ഇനിയിപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ചെയ്ത ഉടനെ എൻഡോഴ്സർ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അതുകൊണ്ട് ലയബിലിറ്റി നഷ്ടപ്പെടുമോ, ഇല്ല, ക്ലിയർ. ലയബിലിറ്റി ഒന്നും ഇല്ലാതെ മാറുന്നില്ല, ക്ലിയർ. എപ്പോഴാണോ ഇൻസ്ട്രുമെൻറ്റ് പേ ഓഫ് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻ്റ് പൈസ അതിൻ്റെ കൈവശക്കാരന് ഹോൾഡർ ആൻഡ് ഡീപ്പോസിന് കിട്ടുന്നത്, ആ സമയം വരെ ക്ലിയർ ലയബിലിറ്റി ഉണ്ടാവും, എൻഡോഴ്സർക്ക് ലയബിലിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അയാളുടെ എൻഡോഴ്സ്ഡ് പേഴ്സണൽ പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ അയാളുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള ആളുടെ പ്രോപ്പർട്ടിയിൽ മേലിൽ ക്ലിയർ ലയബിലിറ്റി ഉണ്ടാവും. So the endorsee can sue even after the death of the endorser. Suppose the endorser dies, clear. The right to sue the endorser is available with the legal representative. So suppose ഏതെങ്കിലും ഒരു എൻഡോസിയാണ് മരിച്ചു പോകുന്നത് വിചാരിക്കുക, ക്ലിയർ. ഇപ്പോൾ എൻഡോസി, നമ്മൾ എൻഡോസർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത വ്യക്തിയാണ്, അല്ലേ, എ ബി സി, ക്ലിയർ എന്നുണ്ടെന്ന് വിചാരിക്കുക. ബി സിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ക്ലിയർ. സി മരിച്ചുപോയി എന്ന് വിചാരിക്കുക. എങ്കിലും അല്ലേ, സി ഈസ് നോ മോർ, എങ്കിൽ പോലും എൻഡോസ് ചെയ്ത് സിയുടെ പേരാണെങ്കിലും സിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യാം, ചെക്ക് ഡിസോണർ ആവുകയാണെങ്കിൽ ബിയുടെ അടുത്ത് കേസ് ഫയൽ ചെയ്യാം. എൻഡോസിൻ്റെ ലയബിലിറ്റി അതുകൊണ്ട് ഒഴിവാകുന്നില്ല, ക്ലിയർ. Then so the liability of endorser can be excluded by a separate contract to the contrary. ഇനി അഥവാ എൻഡോസറുടെ ലയബിലിറ്റി ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് ഇതിന് വേണ്ടി എഗ്രിമെൻ്റ് എഴുതണം. ആര് തമ്മിൽ, എൻഡോസറും കൺസേൺ എൻഡോസി, ക്ലിയർ. അപ്പോൾ അങ്ങനെ എൻഡോസറും എൻഡോസിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് ആ എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലയബിലിറ്റി നിന്ന് ഒഴിവാക്കി മാറ്റാൻ പറ്റൂ. Then when the instrument is paid in due course, the endorser is relieved from the liability automatically. Clear? സാധാരണ ഗതിയിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലാണ് ഈ ലയബിലിറ്റി വരുന്നത്, അല്ലേ. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എൻഡോസ് ചെയ്ത് കൊടുത്തു, അതിൻ്റെ ഫലമായി അത് പിന്നീട് സബ്സിക്വൻ്റ്ലി ഡിസോണറായി, അപ്പോഴാണ് ലയബിലിറ്റി വരിക. അതുകൊണ്ട് വൺസ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പെയ്ഡ് ഓഫ്, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക, ഡിസോണർ ഒന്നും ആയില്ല എന്ന് വിചാരിക്കുക, അതോടുകൂടി ആരുടെ ലയബിലിറ്റി കഴിഞ്ഞു, എല്ലാ എൻഡോസേഴ്സിൻ്റെയും ലയബിലിറ്റി കഴിഞ്ഞു, ക്ലിയർ. സോ വൺസ് the payment to the instrument has been made in due course, clear, all the endorsers, clear, എത്ര എൻഡോസേഴ്സ് അതിന് മുമ്പിൽ ഉണ്ടെങ്കിലും അവരുടെ എല്ലാ ലയബിലിറ്റി ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റഡ് ആവും, ക്ലിയർ. കാരണം എന്താ, ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലുള്ള പൈസ സെറ്റിൽമെൻറ്റ് ആയിക്കഴിഞ്ഞു. സോ ദ എൻഡോസർ ക്യാൻ ഗെറ്റ് റൈഡ് ഓഫ് ഹിസ് ലയബിലിറ്റി ബൈ മേക്കിംഗ് സച്ച് എൻഡോഴ്സ്മെൻറ്റ്സ് ലൈക്ക് സാൻസ് റീകോൾസ് ഓർ സാൻസ്, അല്ലേ, സാൻസ് പ്രൈസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഇല്ലാതെയോ അല്ലെങ്കിൽ റീകോഴ്സസ് വരാത്ത രീതിയിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടീഷണലായിട്ട്, അല്ലേ, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ എഴുതി ചേർത്തിട്ട് എന്ത് ചെയ്യാം, അത് ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും, ക്ലിയർ.
So these are all the points related to liability of the endorser. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ക്ലിയർ, വാട്ട് ആർ ദി ലയബിലിറ്റി ഓഫ് ആൻ എൻഡോസർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. അത് നിങ്ങൾ എഴുതുന്ന തരത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ. റെഗുലാരിറ്റി ഓഫ് ഇൻസ്ട്രുമെന്റ് ഓർ റെഗുലാരിറ്റി ഓഫ് എൻഡോസ്മെന്റ്. എൻഡോസ്മെന്റ് റെഗുലാരിറ്റി എങ്ങനെയാണ് നിശ്ചയിക്കുക? സോ എൻഡോസ്മെന്റ് മേ ബി കൺസിഡർഡ് റെഗുലർ ആൻഡ് വാലിഡ് if the following conditions are to be satisfied. Clear? So what are the conditions? Number 1, payee or endorsee of a bill himself or his duly authorized agent must assign the endorsement. Clear? Endorsement എപ്പോഴാണ് റെഗുലർ ആവുക? പേയി. ആരാണ് പേയി? ആർക്കാണോ പൈസ കിട്ടാൻ, ഒരു ഇൻസ്ട്രുമെന്റ് അനുസരിച്ച് പൈസ കിട്ടാനുള്ളത്, ഒരു ചെക്കാണെങ്കിൽ അല്ലെ, ചെക്കിൽ ആരുടെ പേരാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ വ്യക്തി. ഓർ എൻഡോസി അല്ലേ, ഇനി അയാൾ വേറൊരാൾക്ക് എൻഡോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന ആൾ അല്ലേ. പേ ബി സി ഉണ്ടെന്ന് വിചാരിക്കുക. ബി ആണ് എന്ത്, എ ആണ് ഡ്രോയർ, ബി ആണ് പേയി, പൈസ കിട്ടുന്ന വ്യക്തി. അയാൾ സിക്ക് കൊടുക്കുമ്പോൾ എൻഡോസി ആരാ? സി ആണ്. ക്ലിയർ? അപ്പോൾ സി. ഓക്കെ, ഇവരെന്ത് ചെയ്യണം? ഡ്യൂലി ഓതറൈസ്ഡ് ഏജന്റ്, ഇവരോ അല്ലെങ്കിൽ ഇവരുടെ ഓതറൈസ്ഡ് ഏജൻസോ എന്ത് ചെയ്യാം? എൻഡോസ്മെന്റ് സമയത്ത് സൈൻ ചെയ്ത്, ഫുള്ളായിട്ട് സൈൻ ചെയ്ത് അതിൽ അവരുടെ പേരും കൂടെ എഴുതുക. ക്ലിയർ? ഡെസിഗ്നേഷൻ കൂടെ എഴുതുക. If the check is payable to two person, രണ്ട് വ്യക്തികൾക്ക് ചെക്ക് കൊടുക്കാനുണ്ടെങ്കിൽ both of them clear must endorse their own handwriting. Clear? അപ്പോൾ രണ്ട് പേരുടെ പേർക്കാണ് ചെക്ക് എഴുതിക്കുന്നത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആനന്ദ് ആൻഡ് സതീഷ്, രണ്ട് പേരുടെ പേർക്കാണ് ചെക്ക് എഴുതിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? എൻഡോസ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആനന്ദും സൈൻ ചെയ്യണം, സതീഷും സൈൻ ചെയ്യണം. ക്ലിയർ? റൈറ്റ്. അപ്പോഴേ അത് വാലിഡ് ആവുള്ളൂ, അല്ലെങ്കിൽ റെഗുലർ ആവുള്ളൂ. ദ എൻഡോസർ ഷുഡ് നോട്ട് സൈൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്ലിയർ? otherwise it will be treated as irregular. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്ററിൽ വെറുതെ പേര് എഴുതി വെക്കാൻ പാടില്ല. ക്ലിയർ? സൈൻ ആദ്യം ചെയ്യണം, എന്നിട്ട് പേര് എഴുതുമ്പോൾ വേണമെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. ക്ലിയർ? സോ സിഗ്നേച്ചർ ഷുഡ് നോട്ട് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്ലിയർ? Then spelling of the name of the endorsee must be the same as appearing in the instrument. Clear? Endorse അല്ലേ ചെയ്യുന്ന സമയത്ത്, എൻഡോസ്മെന്റ് ചെയ്യുന്ന സമയത്ത് എൻഡോസിയുടെ പേര് അല്ലേ, അതിൽ സ്പെല്ലിങ് കറക്റ്റ് എന്താണോ ശരിക്കും നമുക്ക് ഉള്ളത് ആ രീതി തന്നെ കൊടുക്കണം. ക്ലിയർ? മിസ്പെൽറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ ചെയ്തിട്ട് വേണം ഫർദർ എൻഡോസ്മെന്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എന്താവും? എൻഡോസ്മെന്റ് ഇൻവാലിഡ് ആയിട്ട് മാറും, ഇറഗുലർ ആയിട്ട് മാറും. സോ if the name is wrongly spelled, he must assign in the same manner as shown in the instrument. Clear? Otherwise it will become incorrect. Clear? Then initials of the name of the payee or holder should not be changed in the endorsement. അതുപോലെ തന്നെ പേര് ചെക്ക് എഴുതിയ സമയത്ത് പേയുടെ പേര് ഒരു എഴുതിയിരുന്നു, എം പി സുധീർ എന്ന് എഴുതിയിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ കെ എസ് സുധീർ എന്ന് എഴുതിയിരുന്നു വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ അതേ പേരിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ? എൻഡോസ്മെന്റ് ചെയ്യാൻ. അതിൽ ആൾട്ടറേഷൻ ഒന്നും വരുത്താൻ പറ്റില്ല. ക്ലിയർ? സോ ഓൾ പ്രിഫിക്സസ് ആൻഡ് സഫിക്സ് ഷുഡ് ബി ഡ്രോപ്ഡ്. ക്ലിയർ? വൈൽ എൻഡോസിങ് ദി ഇൻസ്ട്രുമെന്റ്. ക്ലിയർ? ഇൻസ്ട്രുമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രിഫിക്സ് സഫിക്സ് അല്ലേ, ആവശ്യമില്ലാത്ത ഇനീഷ്യൽസ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഫുൾ നെയിം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ക്ലിയർ? സല്യൂട്ടേഷൻ, മിസ്റ്റർ, മിസ്സിസ്, അല്ലെങ്കിൽ ഡോക്ടർ, പ്രൊഫസർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ക്ലിയർ? എൻഡോസ്മെന്റ് ഇൻ പെൻസിൽ ഓർ ബൈ റബ്ബർ സ്റ്റാമ്പ് ഈസ് യൂഷ്വലി നോട്ട് അക്സെപ്റ്റഡ്. ക്ലിയർ? എൻഡോസ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇൻ ഹാൻഡ് റൈറ്റിംഗിൽ വേണം ചെയ്യാൻ. ക്ലിയർ? അല്ലാതെ റബ്ബർ സ്റ്റാമ്പ് പതിച്ചിട്ട് എൻഡോസ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിഗ്നേച്ചർ എന്നതിന് പകരം റബ്ബർ സ്റ്റാമ്പിൻ്റെ സിഗ്നേച്ചർ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല. സീൽ വയ്ക്കുമ്പോൾ റബ്ബർ സ്റ്റാമ്പ് വയ്ക്കാം, പക്ഷേ സൈൻ ചെയ്യുന്ന എന്തായിരിക്കണം? കറക്റ്റായിട്ട് ക്ലിയർ എന്താണോ അവരുടെ സിഗ്നേച്ചർ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുന്നത് അതേപോലെ തന്നെ സൈൻ ചെയ്യണം. ക്ലിയർ? സോ ഇൻ ദ കേസ് ഓഫ് മാരീഡ് വുമൺ, ഷീ ഷുഡ് എൻഡോസ് ദ ഇൻസ്ട്രുമെന്റ് ബൈ ഹർ നെയിം പ്ലസ് ദ നെയിം ഓഫ് ഹർ ഹസ്ബൻഡ്. ക്ലിയർ? മാരീഡ് വുമൻ്റെ കേസിൽ അവരുടെ എൻഡോസ്മെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവർ മാരീഡ് വുമൺ ആദ്യം സൈൻ ചെയ്യണം. എൻഡോസ്ഡ് ടു പേ എന്ന് എഴുതി അയാളുടെ പേര് എഴുതി എന്നിട്ട് സൈൻ ചെയ്തിട്ട് ക്ലിയർ ഈ വുമൻ്റെ പേര്, മാരീഡ് വുമൻ്റെ പേര് എഴുതണം. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ പേരിനോടൊപ്പം തന്നെ ഹസ്ബൻഡിൻ്റെ പേര് കൂടെ ചേർക്കുക, അതല്ലെങ്കിലോ വുമൻ്റെ പേര് മാത്രം എഴുതിയിട്ട് വൈഫ് ഓഫ് ആരുടെ പേരാണോ ഹസ്ബൻഡിൻ്റെ പേര് അവിടെ എഴുതുക. ക്ലിയർ? അങ്ങനെ എഴുതണം. ഓക്കെ. ആൻഡ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ അല്ലേ, അതുപോലെ തന്നെ വേറൊരു കേസ്, ഇൻ ദ കേസ് ഓഫ് എ സ്പിൻസ്റ്റർ അല്ലേ, അൺമാരീഡ് വുമൺ അല്ലേ, ഏജ്ഡ് ആയിട്ടുള്ള അൺമാരീഡ് വുമൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? കറക്റ്റ് എൻഡോസ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് നെയിം ആൻഡ് സർനെയിം. ക്ലിയർ? നെയിമും എഴുതണം, വുമൻ്റെ പേരും എഴുതണം, അതുപോലെ തന്നെ സർനെയിം,
ഫാദറുടെ പേര് ഉണ്ടെങ്കിൽ അതും എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ വീട്ടുപേരിലാണ് അറിയപ്പെടുന്നത്, സർനെയിം എന്ന് പറയുന്നത് വീട്ടുപേരാണെങ്കിൽ ആ വീട്ടുപേരിൻ്റെ പേര് കൂടെ എഴുതണം. ഓക്കെ, ദെൻ an illiterate person can endorse an instrument by putting his left thumb impression, which is duly attested, clear, or witnessed by another person, clear. നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ. സോ എ ചെക്ക് ഇൻ ദ നെയിം ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ മസ്റ്റ് ബി എൻഡോസ്ഡ് ബൈ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ക്ലിയർ, ഒരു ഡിസീസ്ഡ് പേഴ്സണ് കിട്ടിയുള്ള ചെക്കാണെന്ന് വിചാരിക്കുക. ആ ചെക്ക് വേറൊരാൾക്ക് എൻഡോസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആർക്ക് ചെയ്യാം? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെക്കിനോടൊപ്പം ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? എൻഡോസ്മെൻറ്റ് ചെയ്യാം. ക്ലിയർ, അപ്പോൾ അതുകൂടെ ഈ പാർട്ടിക്ക് കൊടുക്കണം. ക്ലിയർ, എൻഡോസിക്ക് കൊടുക്കണം. അപ്പം മാത്രമേ ഇത് എൻഡോസ്മെൻറ്റ് പ്രോപ്പർ ആവും. Then endorsement in case of firm can be either in the name of the name itself or in the name. Clear, it may be authorized. Clear, ഏത് രീതിയിലാണോ ഒരു ഫേമിൻ്റെ അക്കൗണ്ട് ഉള്ളത് അല്ലേ, ഫേമിൻ്റെ പേരിലാണ് എല്ലാ അക്കൗണ്ടും ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ഫേമിൻ്റെ പേര് കാണിക്കണം. അല്ല മറ്റേതെങ്കിലും പേരിലാണ് കാണിക്കണമെങ്കിൽ ഇൻഡിവിജ്വൽ നെയിമിലാണെങ്കിൽ ആ രീതിയിൽ തന്നെ കാണിക്കാം. ക്ലിയർ, അപ്പോൾ എന്ത് ചെയ്യണം? ഫേമിൻ്റെ സൈൻ ചെയ്യുന്ന സമയത്ത് ഫോർ അല്ലേ, ഫോർ എഴുതി, അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് എഴുതി അല്ലേ, ഫോർ എഴുതി ആ പാർട്ടീഷൻ ഫേമിൻ്റെ പേര് എഴുതി താഴെ സൈൻ ചെയ്ത് ആരാണോ ഓതറൈസ്ഡ് സിഗ്നേറ്ററി അവരുടെ പേര് എഴുതി അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്, മാനേജിങ് പാർട്ട്ണർ ആണെങ്കിൽ മാനേജിങ് പാർട്ട്ണർ, പാർട്ട്ണർ മാത്രമാണെങ്കിൽ പാർട്ട്ണർ, ക്ലിയർ, അങ്ങനെ എഴുതിയിട്ട് വേണം സൈൻ ചെയ്യാൻ. സോ എ ചെക്ക് പേയബിൾ ടു an executor or administrator may be endorsed by all of them. ക്ലിയർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് 3 പേരുണ്ടെങ്കിൽ 3 പേരും സൈൻ ചെയ്യണം. അല്ലെങ്കിൽ എക്സിക്യൂട്ടേഴ്സ് 3 പേരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ട്രസ്റ്റീസ് ആണെങ്കിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരും സൈൻ ചെയ്യണം. ഇങ്ങനെ ശ്രദ്ധിച്ചു വേണം ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാർക്കിംഗ് ഓഫ് എ ചെക്ക്. എന്താണ് മാർക്കിംഗ് ഓഫ് എ ചെക്ക്? സോ മാർക്കിംഗ് ഓഫ് എ ചെക്ക് ഈസ് എ സോർട്ട് ഓഫ് സർട്ടിഫിക്കേഷൻ ഗിവൺ ഇൻ ദി ചെക്ക് ബൈ പേയിങ് ബാങ്കർ. ക്ലിയർ, ഒരു പേയിങ് ബാങ്കറിന് ക്ലിയർ ഒരു ചെക്കിൻ്റെ ഗുഡ്നെസ്സിനെ കുറിച്ച്, ഒരു ചെക്കിൻ്റെ മെറിറ്റിനെ കുറിച്ച് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷനെ പറയുന്ന പേരാണ് മാർക്കിംഗ്. ക്ലിയർ, സോ മാർക്കിംഗ് ഈസ് ഡൺ ബൈ എ ഡ്രോയി ബാങ്ക് ബൈ സ്റ്റാമ്പിങ് അക്രോസ് ദ ചെക്ക് ഗുഡ് ഫോർ പേയ്മെൻറ്റ്. ക്ലിയർ, ഈ ചെക്ക് ഗുഡ് ഫോർ പേയ്മെൻ്റ് ആണ് അല്ലേ. സാധാരണ അറിയപ്പെടാത്ത ഒരാൾക്ക് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്താ വിശ്വാസം ഉണ്ടാവാത്ത കാരണം? ചെക്കിൻ്റെ ഡ്രോയറെ സംബന്ധിച്ചോളം വിശ്വാസം ഉണ്ടാവില്ല. ഇയാളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുമോ, നമ്മൾ ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴേക്കും പൈസ കിട്ടുമോ, ഇതിനൊന്നും നമുക്ക് അയാൾക്ക് അറിയണ്ടാവില്ല. ക്ലിയർ, ചിലപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് പ്ലേസിൽ പോയിട്ടായിരിക്കും ചെക്ക് കൊടുക്കേണ്ടത് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പാലക്കാട് നിന്നും ട്രിവാൻഡ്രത്ത് പോയിട്ടൊരു സാധനം പർച്ചേസ് ചെക്ക് ബുക്കാണ് എടുത്തിട്ട് പോയത്, കയ്യിൽ പൈസ കൊടുക്കില്ല, ചെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഇയാളെക്കുറിച്ച് അറിയണ്ടാവില്ല. ക്ലിയർ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ക്ലിയർ എന്ത് ചെയ്യുന്നു? ഡ്രോയി ബാങ്കിന് നമ്മുടെ ബ്രാഞ്ച് ഏതാണോ ആ ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് എന്ത് പറയുന്നു? ഈ ചെക്കിനൊന്ന് ക്ലിയർ മാർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ നേച്ചറും അല്ലേ, അതിലുള്ള എമൗണ്ടിൻ്റെ ബാലൻസും അല്ലേ, നമ്മൾ സാധാരണ ഗതിയിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നേച്ചറും പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കസ്റ്റമറാണ്, ലോയൽ കസ്റ്റമറാണ്, റിലയബിൾ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന് വിശ്വാസം വന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അതിൽ ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് സ്റ്റാമ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബാങ്കിൻ്റെ സീൽ വെച്ച് ബാങ്കിൻ്റെ ഒരു ഓഫീസർ സൈൻ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഒരു സ്റ്റാമ്പോട് കൂടി ഒരു ചെക്ക് പോകുന്ന സമയത്ത് നമുക്ക് ട്രിവാൻഡ്രോ, ബോംബെയോ, ഡൽഹിയോ എവിടെ വേണമെങ്കിലും ഈ ചെക്ക് കൊണ്ട് കൊടുത്താലും കിട്ടുന്ന വ്യക്തിക്ക്, ചെക്ക് കിട്ടുന്ന വ്യക്തിക്ക് പേ ചെയ്യുന്ന സമയത്തോളം കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം എന്താ? ബാങ്ക് ഗ്യാരണ്ടി ചെയ്തത്. ക്ലിയർ, ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് എഴുതുന്നതിൻ്റെ അർത്ഥം എന്താ? ഡ്രോയി ബാങ്ക് ഈസ് മേക്കിംഗ് എ ഗ്യാരണ്ടി ദാറ്റ് ക്ലിയർ ദ പേയ്മെൻറ്റ് വിൽ ബി റിസീവ്ഡ് ടു ദി പേയിങ്. ക്ലിയർ, ആർക്കാണോ പേയ്മെൻറ്റ് കിട്ടേണ്ടത് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാമെന്നുള്ളൊരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് മാർക്കിംഗ്. സോ ബൈ മാർക്കിംഗ് ദ ഡ്രോയി ബാങ്ക് അണ്ടർടേക്സ് ക്ലിയർ ദ ഒബ്ലിഗേഷൻ ടു പേ ദ ചെക്ക്. ക്ലിയർ, അപ്പോൾ ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു അണ്ടർടേക്കിംഗ് ഡ്രോയി ബാങ്ക് ഏറ്റെടുക്കുന്നു. സോ ഇറ്റ് ഗിവ്സ് an additional guarantee of the check. Clear, so ഡ്രോയി ബാങ്ക് may certify the check when there is a sufficient balances in his account. Clear, ഡ്രോയുടെ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കസ്റ്റമറാണ്, ലോയൽ ആയിട്ടുള്ള കസ്റ്റമറാണ്. അപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഡ്രോയി ബാങ്ക് ഇങ്ങനെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെക്ക് എവിടെ വേണമെങ്കിലും ഡ്രോ ചെയ്ത് കൊടുത്ത് ക്രെഡിറ്റിന് സാധനം വാങ്ങിക്കാൻ പറ്റും അല്ലേ. ചെക്ക് കൊടുത്തുകൊണ്ട് സാധനം വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ചെക്ക് കൊടുത്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഇങ്ങനെ മാർക്കിംഗ് ചെയ്യുക? സോ മാർക്കിംഗ്
of the check can be done in the following instances. Clear? So what are the circumstances? Clear? By which we can make marking. Number one, marking at the request of the drawer. ഡ്രോയർ ആവശ്യപ്പെടുകയാണ് അല്ലേ, ഇങ്ങനെ ഈ ചെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് തരൂ എന്ന് പറഞ്ഞിട്ട് ഡ്രോയർ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ രണ്ടാമത്തത്, മാർക്കിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പേയി. ഇനി ചെക്ക് കിട്ടിയിട്ടുള്ള ഒരാൾ അതിൽ മാർക്കിംഗ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, അല്ലെങ്കിൽ ഹോൾഡർ അവർക്ക് ചെക്ക് കിട്ടി, ഈ ചെക്കിൽ ഇപ്പം തന്നെ ക്യാഷ് ചെയ്യാനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പം ക്യാഷ് വേണമെന്നില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാഷ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഡ്രോയി ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിയർ? ദ മാർക്കിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി അനദർ ബാങ്കർ. ചിലപ്പോൾ ഈ ചെക്കിന് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറൊരു ബാങ്കിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ ഓബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ, മറ്റൊരു ബാങ്കർ ചിലപ്പോൾ ഇത് ചോദിക്കും. ക്ലിയർ? ഈ കസ്റ്റമറുടെ അക്കൗണ്ടിലുള്ള ഗുഡ്നെസ്സിനെ കുറിച്ച് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യും, ഒരു ബാങ്കർക്ക് വേണ്ടി, മറ്റൊരു ബാങ്കർക്ക് വേണ്ടിയിട്ടും ഇതിനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ക്യാൻസലേഷൻ ഓഫ് മാർക്കിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഇൻസ്റ്റൻസസിലാണ് എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ചെക്കുകൾ മാർക്ക് ചെയ്യുക. ക്ലിയർ? സോ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദി പേയി ഓഫ് എ ചെക്ക്, ദ കസ്റ്റമർ ഓഫ് എ ബാങ്ക് മേ റിക്വസ്റ്റ് ദ ബാങ്കർ ടു മാർക്ക് ഇറ്റ്സ്. ക്ലിയർ? ഇറ്റ് ഈസ് ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ തന്നെ റിക്വസ്റ്റ് ചെയ്യും. ഓക്കെ. സോ ഇഫ് സച്ച് marking is done, the banker undertakes the liability to pay the amount of the check to the payee. Clear? So therefore it is the obligation of the banker to earmark the required amount of from the customer account to meet his liability. Clear? അപ്പോൾ അതുകൊണ്ട് ബാങ്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങനെ ചെയ്യൂ. Then marking at the request of the holder അല്ലെങ്കിൽ പേയി ആണ്. So as a practice marking of a check at the request of the holder is not done by the bank in India. ഇന്ത്യയിൽ സാധാരണത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറില്ല. കാരണം എന്താ, ഡ്രോയർക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, പക്ഷേ ഡ്രോയിയുടെ കേസിൽ അത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാറില്ല. ക്ലിയർ? ബട്ട് ഇഫ് ദ ബാങ്കർ മേക്സ് എ ചെക്ക് at the request of the holder, if the customer countermands its payment before the payment, then the banker cannot pay that check. Clear? So if he pays the check, he will be held liable for the loss occurred to the drawer. Okay. Countermanding എന്ന് പറഞ്ഞാൽ എന്താ, പിന്നീട് കസ്റ്റമർ പറയുകയാണ് ഈ ചെക്കിൻ്റെ പൈസ കൊടുക്കരുത് എന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു കൗണ്ടർമാനിങ് ഇൻസ്ട്രക്ഷൻ വരികയാണെങ്കിൽ അതിനു മുമ്പ് ക്ലിയർ നമ്മൾ ഇയാളുടെ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക, പേയുടെ പൈസ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് മാറും, എന്നിട്ടും ചെക്കിൻ്റെ പൈസ കൊടുത്തെന്ന് വിചാരിക്കുക അല്ലേ, ഡ്രോയി ബാങ്ക് പേയി അല്ലെങ്കിൽ നമ്മുടെ ഹോൾഡർ ഒരു ചെക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്തു, അതോടുകൂടി ബാങ്കർ ഓബ്ലിഗേഷൻ അണ്ടർടേക്ക് ചെയ്തു. ക്ലിയർ? സബ്സിക്വൻ്റ്ലി അതിനുശേഷം പൈസ ഒന്നും കൊടുത്തില്ല, സബ്സിക്വൻ്റ്ലി കസ്റ്റമർ തന്നെ വന്നിട്ട് പറഞ്ഞു ഈ ചെക്കിൻ്റെ പൈസ കൊടുക്കരുത്, കൗണ്ടർമാൻ ചെയ്തു. ക്ലിയർ? അപ്പോൾ എന്താവും, ബാങ്കർക്ക് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ചെക്കിൻ്റെ പൈസ അല്ലേ അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് കൊടുക്കുകയും വേണം, ഇപ്പോൾ നമ്മുടെ ഡ്രോയർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഫലമായിട്ട് ഡ്രോയർക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ആര് ബാധ്യസ്ഥനായിട്ട് മാറും, ബാങ്ക്. ക്ലിയർ? അതുകൊണ്ട് നോർമലി ഇത് ചെയ്തു കൊടുക്കാറില്ല. ക്ലിയർ? ഇൻ ബാങ്ക്സ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. ക്ലിയർ? ദെൻ മാർക്കിംഗ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി അതർ ബാങ്ക്. ഓക്കെ. സോ ദർ ഈസ് എ കസ്റ്റം among bank or bankers to mark the check as good for payment for the purpose of clearance. ചെക്ക് ക്ലിയറൻസ് സമയത്ത് തന്നെ ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ എഴുതി സ്റ്റാമ്പ് ചെയ്തിട്ടാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക, ബാങ്കർ ടു ബാങ്ക്. ക്ലിയർ? സോ മാർക്കിംഗ് ഓഫ് ദി ചെക്ക് ഫോർ ക്ലിയറൻസ് ഈസ് ലീഗലി റെക്കഗ്നൈസ്ഡ്. ക്ലിയർ? സോ the banker who has marked the check should appropriate sufficient money to meet the marked check. ഇങ്ങനെ ക്ലിയറിംഗ് സമയത്ത്, ക്ലിയറിംഗ് ഹൗസിൽ ചെക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, പരസ്പരം ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്നൊക്കെ കണ്ട് കൊടുക്കണം. അപ്പോൾ അക്കൗണ്ടിലെ പൈസ എന്നതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുക. ക്ലിയർ? സോ അത് വേറൊരു തേർഡ് ഇൻസ്റ്റൻസ് ആയിട്ട് പറയും. ദെൻ ക്യാൻസലേഷൻ ഓഫ് മാർക്കിംഗ്. ഇനി എന്താണ് ക്യാൻസലേഷൻ? The certifying banker can cancel the marking of check at any time. Clear? ഇങ്ങനെ ഗുഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ബാങ്കർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാം.
So before the check is clear delivered by the drawer to the payee, clear, പേയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അല്ലേ, ഡ്രോയർ ടു പേയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ക്ലിയർ, ഇതാണ് ക്യാൻസലേഷൻ.